ഇപ്പോൾ ശ്രീ കെ അനിൽകുമാർ കൂടി ചേരുകയാണ്. CPIM നേതാവ് ശ്രീ കെ അനിൽകുമാർ രണ്ട് തരത്തിലാണ്. ഒന്ന്, സംസ്ഥാന സർക്കാരിനെതിരെ LDF സർക്കാരിനെതിരെയുള്ള വലിയൊരു രാഷ്ട്രീയ വിവാദമായി ഉയർത്തിക്കൊണ്ടുവന്ന സംഭവമാണ്. 2015-ൽ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കെ നടന്നതാണ്, അല്ലെങ്കിൽ അന്നത്തെ സംഭവങ്ങളാണ് ഈ കേസിന് തന്നെ ആസ്പദമെങ്കിലും ഇപ്പോഴത്തെ സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും വേട്ടയാടാനായി ഉയർത്തിയ വിവാദങ്ങൾ അത് ഒരു വശത്ത് നിൽക്കുന്നു. മറുവശത്ത് KM എബ്രഹാം എന്ന വ്യക്തിക്കെതിരെ തന്നെ നടന്ന അതിഗൂഢമായ നീക്കങ്ങളും ആരോപണങ്ങളും അദ്ദേഹം കിഫ്ബിയുടെ അടക്കം ചുമതല വഹിക്കുന്ന പശ്ചാത്തലത്തിൽ കൂടി. പക്ഷേ അത്തരം നീക്കങ്ങൾക്കൊക്കെയും ഇപ്പോൾ തിരിച്ചടി സുപ്രീം കോടതിയിൽ നിന്നുണ്ടാകുകയാണ്. എങ്ങനെ പ്രതികരിക്കുന്നു താങ്കൾ? ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തായിരുന്നെങ്കിലും കേരള സർക്കാരുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും കാര്യത്തിൽ തെറ്റായൊരു കാര്യം KM എബ്രഹാം ചെയ്തതായി നാളിതുവരെ ഒരു ആക്ഷേപം പോലുമില്ല. അത്തരമൊരു ആക്ഷേപമെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് കേരള മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയന്റെ ഓഫീസുമായി ബന്ധപ്പെട്ട് കിഫ്ബിയുടെ ചുമതലയിൽ പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് അവസരം കൊടുക്കുമായിരുന്നില്ല. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തും ഏറ്റവും മ്ലേച്ഛമായ അഴിമതി നിറഞ്ഞ ഒരു ഭരണ സംവിധാനത്തിന്റെ നടുവിലും അഴിമതി ഇല്ലാതെ പ്രവർത്തിച്ച അപൂർവം ഉദ്യോഗസ്ഥരിൽ ഒരാളായിട്ടാണ് KM എബ്രഹാമിനെ അന്നും ഇന്നും എന്നും നമ്മൾ കണ്ടിട്ടുള്ളത്. അത്തരമൊരു ഉദ്യോഗസ്ഥനെ വിശ്വസ്തയോടുകൂടി കേരളത്തിലെ 1 ലക്ഷം കോടി വരുന്ന ഒരു കിഫ്ബി പ്രവർത്തനങ്ങളുടെ മേൽനോട്ട ചുമതല ഏൽപ്പിച്ചിരിക്കുകയും അത് സുതാര്യമായി നിർവഹിക്കപ്പെട്ടിരിക്കുകയുമാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ കിഫ്ബിക്കെതിരായി നടത്തിയ യുദ്ധം ആലോചിച്ചാൽ കിഫ്ബി നടത്തിയിട്ടുള്ള മുഴുവൻ സാമ്പത്തിക ഇടപാടുകളും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രേഖാപരമായി പരിശോധിച്ച് കഴിഞ്ഞു. CNDG അതിന്റെ ഓഡിറ്റുകൾ പൂർത്തിയാക്കി കഴിഞ്ഞു. അപ്പൊ KM എബ്രഹാമിന് ഏതെങ്കിലും തരത്തിൽ സർക്കാരിന്റെ പ്രവർത്തന ഫലമായി ഒരു സംശയത്തിന്റെ മുഖമായി നിർത്താൻ കഴിയുന്ന ഒരു സാഹചര്യവും നിലവിലില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയത്. ആ നിലപാട് തന്നെയാണ് കേരള സർക്കാർ ഇപ്പോൾ സ്വീകരിച്ചതെന്നാണ് ഞാൻ കാണുന്നത്. കേസുകൾ ഉദ്യോഗസ്ഥന്മാർ തമ്മിലുള്ള കുടിപ്പകയുടെ ഭാഗമായി അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നാക്രമണങ്ങൾ വരും. 2015-ൽ ഇദ്ദേഹത്തിന്റെ സഹോദരന്മാർ കൊല്ലത്ത് ഒരു കെട്ടിടം പണിതു. കെട്ടിടം പണിത സ്ഥലം ഇദ്ദേഹത്തിന് കുടുംബപരമായി കിട്ടിയ സ്ഥലമാണ്. അതിൽ ഓഹരി ഇദ്ദേഹത്തിന്റെ കിടിയുണ്ട്. അവർ കെട്ടിടം പണിതപ്പോൾ അവർ കെട്ടിടം പണിയുന്നതിലെ പണിത കെട്ടിടത്തിന്റെ മൂല്യം ഇദ്ദേഹത്തിന്റെ വരവിൽ കവിഞ്ഞ ഒരു അദ്ദേഹത്തിന്റെ വരവിൽ കവിഞ്ഞൊരു സമ്പാദ്യമായിട്ടാണ് ആരോപണ വിവാദം വന്നത്. വിജിലൻസ് പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് 1 വർഷക്കാലം എത്ര രൂപ മിച്ചം കിട്ടാം, ഇത് അതിനായി ചെലവഴിച്ചാൽ പോലും എത്രത്തോളം രൂപ മിച്ചമുണ്ടാകാം എന്ന് തന്നെ കണക്കാക്കിയിട്ടുണ്ട്. പക്ഷേ ഇത് കൃത്യമായിട്ട് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. തന്റെ സഹോദരന്മാരാണ് അക്കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ളത്. അവരെ സംബന്ധിച്ച് എന്തെങ്കിലും ആക്ഷേപവും മറ്റു തരത്തിൽ ധനം സമാഹരിക്കുന്നതിനായിട്ട് നമ്മൾ കേട്ടിട്ടുമില്ല. അപ്പോൾ കുടിപ്പക ഉദ്യോഗസ്ഥന്മാർക്കിടയിൽ ഉണ്ടാകും, പ്രമോഷനുകൾ തടയാനുള്ള പരിപാടികൾ ഉണ്ടാകും. ഇപ്പോൾ കേരള സർക്കാരിനെതിരെ ഇത് കൈകാര്യം ചെയ്യാൻ കഴിയുമോ എന്ന തരത്തിലാണ് ആലോചിച്ചത്. പക്ഷേ ഞാൻ കൃത്യമായിട്ട് വീണ്ടും അടിവരയിട്ട് പറയുന്നു, ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് മ്ലേച്ഛ കാലത്തും ഈ ഉദ്യോഗസ്ഥൻ ആ കളങ്കത്തിൽ പെട്ടിരുന്ന കൂട്ടത്തിലായിരുന്നില്ല എന്നതുകൊണ്ടാണ് ഇപ്പോൾ അദ്ദേഹത്തിന് കേരള സർക്കാരിന്റെ ഭാഗമായി കിഫ്ബിയുടെ ഭാഗമായി പ്രവർത്തിക്കാൻ അവസരമുണ്ടായത് എന്ന കാര്യം ഒരു തരത്തിലും വിട്ടുവീഴ്ചയില്ലാതെ തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നു. ശരി, വളരെ നന്ദി ശ്രീ അഡ്വക്കേറ്റ് കെ അനിൽകുമാർ ഈ വിഷയത്തിൽ പ്രതികരണം നടത്തിയതിന്.